പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 1 കൊരിന്ത്യർ 1-7 ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, കർത്താവിനെ എതിരേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നവർ ഒന്നിനും കുറവില്ലാത്തവരായി തീരണം. പരിശുദ്ധ ആത്മാവ് നമ്മോട് പറയുന്ന ഏറ്റവും വലിയൊരു സന്ദേശം അതാ. നല്ല മണവാളനെ എതിരേൽക്കുവാൻ കറയും ചുളുക്കവും വാട്ടവും മാലിന്യവുമില്ലാത്ത നല്ല മണവാട്ടിയായിത്തീരുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ മുമ്പാകെ ഊനമില്ലാത്ത ഒരു മണവാട്ടിയായിത്തീരണം. എൻ്റെ പ്രിയേ, നിന്നിൽ ഞാനൊരു ഊനവും കാണുന്നില്ലെന്ന് മണവാളൻ പറയാൻ ഇടയായിത്തീരണം. നമ്മെ ഒന്നിനും കുറവില്ലാത്തവരാക്കി തീർക്കാൻ വേണ്ടി അത്രേ കർത്താവ് നമുക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്, കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നത്. നിങ്ങൾക്കറിയാമല്ലോ, യേശുവിൻ്റെ മലയിലെ പ്രസംഗത്തിൽ മത്തായി സുവിശേഷം 5-48 യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം, സൽഗുണ സമ്പൂർണരായിത്തീരണം. ഹല്ലേലൂയ. എന്നാൽ ക്രൂശിലെ മരണത്താൽ യേശു തമ്പുരാനെ കുറിച്ച് വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ്റെ ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അത് ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മെ പെർഫെക്റ്റ് ആണെങ്കിൽ അത് ക്രൂശിലെ യാഗത്താൽ അവൻ ചെയ്തു കഴിഞ്ഞു. ഇതാ ഇവിടെ 1 കൊരിന്ത്യർ 1 നാം വായിച്ചതും അതുതന്നെയാണ്. കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നാം കാത്തിരിക്കുമ്പോൾ നാം സകലത്തിലും സമ്പൂർണരായിത്തീരണം, കുറവില്ലാത്തവരായിത്തീരണം. ലോകം നമ്മെ നോക്കി കുറ്റം പറയുവാൻ ഇടവരുത്തരുത്. അതിനുവേണ്ടി ഇതാ ദൈവം നമ്മോട് ചില കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, നിങ്ങളിലേക്ക് പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ പെർഫെക്റ്റാക്കി തീർക്കും. ദൈവത്തിൻ്റെ കൃപ തോന്നുമ്പോൾ ഒരു യോഗ്യതയുമില്ലാത്തവനെ കൊണ്ട് നിർത്തിയിട്ട് നിന്നെ കൊള്ളാവുന്നവനെന്ന് പറയുവാൻ ഇടയായിത്തീരും. പലരും കുറ്റം പറയുമ്പോൾ കൃപയാൽ അവൻ്റെ പരിശുദ്ധ രക്തം സകല പാപങ്ങളെയും പൊക്കി നമ്മെ ശുദ്ധീകരിക്കും. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ. ആ കൃപ കൊണ്ടാണ് നമ്മുടെ മേൽ ആ രക്തം ചൊരിഞ്ഞത്. ആ രക്തത്താൽ നാം ശുദ്ധരായിത്തീരും. നിങ്ങളുടെ പാപം എത്ര കടുംചുമപ്പാണെങ്കിലും രക്താംബരം പോലെ ചുമന്നിരുന്നാലും യേശുവിൻ്റെ രക്തം നമ്മെ കഴുകി ശുദ്ധിയുള്ളവരാക്കി തീർക്കും, നമ്മെ വെണ്മയുള്ളവരാക്കി തീർക്കും. നമ്മെക്കുറിച്ച് ഹല്ലേലൂയ മറ്റുള്ളവർക്ക് അപവാദം പറയാൻ ഇടവരുത്താതെ ആ രക്തത്താൽ കഴുകും. വേദപുസ്തകത്തിൽ സക്കറിയ പ്രവചനത്തിൽ ഹല്ലേലൂയ ഒരു സംഭവം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട മഹാപുരോഹിതനായ യോശുവയെ നോക്കിക്കൊണ്ട് പിശാച് കുറ്റം പറഞ്ഞു. അവനെ നോക്കി ഹല്ലേലൂയ പല കുറ്റവും പറഞ്ഞു. എന്നാൽ കർത്താവ് അവനെ ഭത്സിച്ചിട്ട് ഹല്ലേലൂയ വേദപുസ്തകം പറയുന്നു, കർത്താവ് ഇങ്ങനെ പറഞ്ഞു, അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയ നോക്ക്, അവന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ദൈവമുണ്ട്. കുറ്റം പറയുന്ന അപവാദിയുടെ മുമ്പാകെ പാപത്തെ കഴുകി നീതീകരിപ്പാൻ യേശുവിൻ്റെ രക്തം ഇന്നും മതിയായതത്രേ. ഇതാ രണ്ടാമതായി വേദപുസ്തകം പറയുന്നു, നമ്മുടെ സാക്ഷ്യം അത് നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നു. കർത്താവിനെക്കുറിച്ചൊരു സാക്ഷ്യമുണ്ട്. കൊരിന്ത്യ സഭയോട് അപ്പസ്തോലനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് ഒരു സാക്ഷ്യമുണ്ട്, അത് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയരെ, നാം ആയിരിക്കുന്ന സ്ഥാനത്ത് നമുക്കൊരു സാക്ഷ്യം വേണം. എങ്ങനെയാ സാക്ഷ്യം വരുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ വേദപുസ്തകത്തിൽ തന്നെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഉയരത്തിൻ്റെ ശക്തി വരുമ്പോൾ നിങ്ങൾ യഹൂദയിലും യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. പരിശുദ്ധാത്മാവ് അതിനുള്ള ശക്തി നമുക്ക് തരും. പരിശുദ്ധാത്മാവ് ആ ശക്തി തരുമ്പോൾ നമുക്ക് നല്ല സാക്ഷ്യം ഉണ്ടാകും. ആ സാക്ഷ്യത്താൽ നമ്മെ കൊള്ളാവുന്നവരാക്കി മാറ്റും, കുറവില്ലാത്തവരായിത്തീരും, ഊനമില്ലാത്തവരാക്കി തീർക്കും. മറ്റുള്ളവരുടെ നടുവിൽ നല്ല സാക്ഷ്യത്തോടെ ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഒന്ന്, യേശുവിൻ്റെ രക്തത്താൽ നാം കഴുകൽ പ്രാപിക്കുമ്പോൾ നമ്മെ കൊള്ളാവുന്നവരായിത്തീരും. 2, അവൻ്റെ ആത്മാവ് നമുക്ക് നല്ല സാക്ഷ്യത്തെ തരും. മൂന്നാമതായി ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ സകല വചനത്തിലും
പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ കൊള്ളാവുന്നവരാക്കി തീർക്കുന്നത്. കൊരിന്ത്യ സഭയോട് പറയുന്നു, നിങ്ങളുടെ പ്രത്യേകത നിങ്ങൾ വചനത്തിൽ സമ്പന്നരാ, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ സമ്പന്നരാ, അതുകൊണ്ടാണ് നിങ്ങൾ കൊള്ളാവുന്നവരാകുന്നത്. ഈ രാവിലെ സമയം വചനം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളെ കൊള്ളാവുന്നവനാക്കുവാൻ ദൈവവചനത്തിന് സാധിക്കും. അത് ദൈവവചനം കുരുട്ട് കണ്ണുകളെ തുറക്കുന്നതത്രേ, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതത്രേ. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും അത്രേ. ദൈവത്തിൻ്റെ വചനം നിങ്ങളിലേക്ക് ദൈവിക പ്രകാശത്തെ പരത്തും. ദൈവത്തിൻ്റെ വചനം ജീവനുണ്ടാക്കും, ചൈതന്യമുണ്ടാക്കും. ഇന്ന് പകൽക്കാലവും നമ്മെ കൊള്ളാവുന്നവനാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും. ഹല്ലേലൂയ. ഈ രാവിലെ സമയം ഒരു തീരുമാനമെടുക്കുമോ? വചനം വായിക്കാൻ, വചനം പഠിക്കാൻ, വചനത്തിന് ചെവി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിശ്ചയമായി വചനം നിങ്ങളെ കൊള്ളാവുന്നവരാക്കി തീർക്കും. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കി മാറ്റുന്ന ദൈവവചനം നിങ്ങളിൽ വ്യാപരിക്കുമോ? അങ്ങനെയെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായി തീരും. നിങ്ങൾ ഒന്നിനും കുറവില്ലാത്തവരായി തീരുവാൻ, കൃപാവരത്തിൽ കുറവില്ലാത്തവരായി തീരുവാൻ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ബലപ്പെടുത്തും. 3 കാര്യങ്ങൾ നാം ചിന്തിക്കുന്നു. 1, യേശുവിൻ്റെ രക്തത്താൽ ഉള്ള നീതീകരണം. 2, അവൻ്റെ ആത്മാവിനാലുള്ള ദൈവീക സാക്ഷ്യവും, ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമുള്ള ജീവിതം. 3, വചനത്തിൻ്റെ ഹല്ലേലൂയ നിറവ് നിങ്ങളിലേക്ക് ദൈവം പകരട്ടെ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ അതിനുവേണ്ടി ബലപ്പെടുത്തട്ടെ, ഒരുക്കട്ടെ. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.